വിഴിഞ്ഞത്തിൻ്റെ ആദ്യ ഓണം കെങ്കേമം. പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ സ്ഥാപിതശേഷി മറികടക്കുന്ന തുറമുഖമെന്ന ഖ്യാതി വിഴിഞ്ഞം പോർട്ട് സ്വന്തമാക്കി. വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 9 മാസത്തിനുള്ളിൽ കൈകാര്യം ചെയ്തത് 1 ദശലക്ഷം TEU. ലോക മാരിടൈം മേഖലയെ തന്നെ വിസ്മയിപ്പിച്ചതാണ് വിഴിഞ്ഞത്തിൻ്റെ ഈ മുന്നേറ്റം. സംസ്ഥാന സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഷിപ്പിംഗ് കമ്പനികളുടെയും പൂർണ്ണ പിന്തുണയും അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവുമാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ വഴിയൊരുക്കിയത്. കൺസെഷൻ കരാർ പ്രകാരം ആദ്യ വർഷം ആകെ 3 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ അതിൻ്റെ 3 ഇരട്ടിയിലേറെ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം കരുത്തു തെളിയിച്ചിരിക്കുന്നത്. ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 10.12 ലക്ഷം TEU ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 2024 ഡിസംബർ 3-നാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2025 ഡിസംബർ ആകുമ്പോഴേക്കും 12 മുതൽ 14 വരെ ലക്ഷം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 399.99 മീറ്റർ വരെ നീളമുള്ള 27 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ 460-ലധികം കപ്പലുകൾ തുറമുഖത്തെത്തി. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറിന അടക്കം ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും ഈ കൂട്ടത്തിലുണ്ട്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളുമായി മത്സരിച്ചാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം. 24 ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും 8 സെമി ഓട്ടോമേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. അത് കൈകാര്യം ചെയ്യുന്നതാകട്ടെ വിഴിഞ്ഞത്തുകാരായ വനിതകളടക്കമുള്ള ഓപ്പറേറ്റർമാരാണ്. യൂറോപ്പ്, US, ആഫ്രിക്ക, ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലയിലേക്ക് നേരിട്ടുള്ള സർവീസ് തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിൻ്റെ കുതിപ്പിൻ്റെ വേഗം കൂട്ടിയത്. വിഴിഞ്ഞത്തിൻ്റെ സ്വപ്നതുല്യമായ ഈ നേട്ടം കേരളത്തിനു മാത്രമല്ല, ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയുടെ പുരോഗതിയുടെ അളവുകോലായി മാറുകയാണ്. വിദേശ തുറമുഖങ്ങളിൽ നിന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നതിലൂടെ ചെലവ് വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അധിക ചെലവ് കുറയ്ക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കി. വിഴിഞ്ഞം തുറമുഖം തുറന്നു തന്നിട്ടുള്ള വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പ്രഖ്യാപിച്ച വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ മുനമ്പ് പദ്ധതിയുടെ നടത്തിപ്പിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. കിഫ്ബിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനി രൂപീകരണമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർഷിപ്പ് പോർട്ടായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്തിൻ്റെ സാധ്യതകൾ തെക്കൻ ജില്ലകൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുന്ന നിലയിലാണ് സാമ്പത്തിക വളർച്ചാ മുനമ്പ് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. MSCMA ക്ലസ്റ്ററുകൾ, ലോജിസ്റ്റിക് പാർക്കുകൾ, സംസ്കരണ ഹബ്ബുകൾ തുടങ്ങിയവ വ്യാപകമാക്കുക വഴി ഉൽപ്പാദന മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. തുറമുഖത്തെ ചരക്കു നീക്കം സുഗമമാക്കുന്നതിനായുള്ള റെയിൽ കണക്ടിവിറ്റി 2028 ഡിസംബറിൽ പൂർത്തീകരിക്കും. ഇതിൻ്റെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽവേക്കാണ് നൽകിയിട്ടുള്ളത്.